ശിവൻ തന്റെ മകൾക്ക് യോഗ്യനല്ലെന്ന് ദക്ഷൻ കരുതി. പക്ഷേ സതീദേവി ശിവഭഗവാനെ വിവാഹം കഴിക്കാനുള്ള തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവർ വിവാഹിതരായി. സതീ മാതാവ് തന്റെ ഭർത്താവിനോടൊപ്പം കൈലാസത്തിലേക്ക് പോയി. വിവാഹം കഴിഞ്ഞ് അധികം താമസിക്കാതെ ദക്ഷൻ തന്റെ കൊട്ടാരത്തിൽ ഒരു വലിയ യാഗം നടത്തി. ശിവനെയും സതിയെയും അപമാനിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടു. കൈലാസത്തിൽ യാഗത്തെക്കുറിച്ചറിഞ്ഞ സതീദേവിക്ക് അവിടെ പോകാൻ അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ ഭഗവാൻ ശിവൻ അവളെ പോകാൻ അനുവദിക്കാൻ വിസമ്മതിച്ചു. യാഗശാലയിലേക്ക് സതീ മാതാവ് തന്റെ ഗണങ്ങളോടൊപ്പം വരുന്നത് കണ്ട ദക്ഷൻ അവരെ ഉറക്കെ അപമാനിക്കാൻ തുടങ്ങി. ദക്ഷൻ വ്യക്തമാക്കിയത് തനിക്കും തന്റെ ഭർത്താവിനും അവിടെ ഒരിക്കലും സ്വാഗതം ലഭിക്കില്ലെന്നായിരുന്നു. സതീ മാതാവ് തന്റെ പിതാവിനോട് വിനയപൂർവ്വം സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദക്ഷൻ ഇതൊന്നും കേട്ടില്ല. സതിയെയും ഭഗവാനെയും വീണ്ടും വീണ്ടും അപമാനിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സതീ മാതാവിന് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. തന്റെ ഭർത്താവിനെയും തന്നെയും അപമാനിച്ചാൽ തന്റെ ശരീരം ഉപേക്ഷിക്കുമെന്ന് അവൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സതി ഉഗ്രരൂപത്തിൽ ആദിശക്തിയുടെ രൂപം സ്വീകരിച്ചു. അവൾ ദക്ഷനോട് പറഞ്ഞു, താൻ അനന്തമായ ശക്തിയാണെന്നും തന്റെ പ്രാണനെ ത്യജിച്ച് സ്വന്തം ജീവൻ ഉപേക്ഷിക്കുകയാണെന്നും തന്റെ ഭർത്താവായ ശിവൻ ഇതിനു പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് അവൾ ആ യാഗാഗ്നിയിൽ പ്രവേശിച്ചു. കൈലാസത്തിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഭഗവാൻ ശിവൻ പൂർണ്ണമായും കോപാകുലനായി. ഭയങ്കര താണ്ഡവ നൃത്തം ചെയ്തുകൊണ്ട് ഭഗവാൻ തന്റെ ജട പറിച്ച് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ ജടയിൽ നിന്ന് ശിവന്റെ സർവായുധങ്ങളുമായി വിനാശകാരി അവതാരമായ വീരഭദ്രൻ ജനിച്ചു. കൂടെ ഭദ്രകാളിയും. വീരഭദ്രനും ഭദ്രകാളിയും പ്രപഞ്ചത്തിലെ എല്ലാം നശിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജോഡിയായി. ഇത് ഭഗവാൻ ശിവന്റെയും സതീ മാതാവിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയാണ്. ഈ കഥയുടെ മുഴുവൻ ഭാഗവും നമ്മുടെ കലിയുഗ സാഗ എന്ന ഈ ചാനലിലുണ്ട്. എല്ലാവരും പോയി കണ്ട് അഭിപ്രായം കമന്റായി പറയുക. ഹർ ഹർ മഹാദേവ്.